ഗ്രാമപഞ്ചായത്തിൻ്റെയും എഴുപൻ്റെ കൃഷിഭവൻ്റെയും ഇക്കൊല്ലത്തെ ഓണത്തിന് ഒരു പൂവ് ഒരു പുഞ്ചിരി എന്നുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാലയ പദ്ധതി പ്രകാരം സെൻറ്റ് റാഫേൽ സ്കൂളിൽ അവിടുത്തെ എക്കോ ക്ലബിലെ കൂട്ടുകാർ, കുട്ടി കർഷകരായ കൂട്ടുകാർ നട്ട് നനയിച്ച് പരിപാലിച്ച് വരുന്ന ബന്ദിത്തോട്ടം ഓണത്തിന് പൂവെടുക്കുന്നതിന് വേണ്ടി എല്ലാ പരിപാലനവും വിദ്യാർത്ഥി കർഷകരുടെ നേതൃത്വത്തിലാണ്. കൃഷിയും ഒരു പാഠ്യ വിഷയമാണ്. മണ്ണിലേക്കിറങ്ങണം, അതിനൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം മേരിഗോൾഡ് നട്ട് അത് പരിപാലിച്ച് അതിന് വളമിട്ട് വരികയാണ് എഴുപന്ന സെൻറ്റ് റാഫേൽ സ്കൂളിലുള്ള വിദ്യാർത്ഥി കർഷകർ. ഇപ്പോൾ അവർ സമ്പൂർണ്ണയും അതുപോലെ തന്നെ വിവിധങ്ങളായ ജൈവവളവും ഒക്കെ ചേർത്ത് നല്ലൊരു ബന്ദിത്തോട്ടം തന്നെയാണ് സ്കൂളിൻ്റെ അങ്കണത്തിൽ ഒരുക്കുന്നത്. ഓണത്തിന് നന്നായി സ്കൂളിലെ അത്തക്കളത്തിന് ഓണത്തെ വരവേൽക്കാൻ ബന്ദിപ്പൂവ് 2 നിറങ്ങളിലുള്ള ബന്ദിപ്പൂവ് ലഭ്യമാക്കുവാൻ വേണ്ടിയാണ് ഈ കുട്ടി കർഷകരുടെ ശ്രമം. എല്ലാ പരിപാലന രംഗത്തും ചുണക്കുട്ടികളായ വിദ്യാർത്ഥി കർഷകർ മുന്നിലുണ്ട്. ഇപ്പോൾ അവർ പ്രൂണിങ് നടത്തുകയാണല്ലേ, പ്രൂണിങ് ആണല്ലേ. ഇത് പ്രൂൺ ചെയ്യുമ്പോൾ കൂടുതൽ ശിഖരങ്ങളുണ്ടാവും അല്ലേ. അവർ ഇവിടെ നിന്ന് കട്ട് ചെയ്ത തലപ്പുകൾ വേറെ ബെഡ് ഒരുക്കി അതും നടുന്നുണ്ട്. ഇവർക്കാകട്ടെ ഇന്നത്തെ കയ്യടി. കുട്ടികൾ മണ്ണറിയട്ടെ, കൃഷി അറിയട്ടെ, നല്ലത് കണ്ട് വളരട്ടെ, നന്നായി ശീലിക്കട്ടെ, നന്നായി പ്രവർത്തിക്കട്ടെ, നല്ല ഭാവി വാഗ്ദാനങ്ങളായി മാറട്ടെ. മറ്റ് ലഹരികളിലൊന്നും പോകാതെ കൃഷി ഒരു ലഹരിയായി നമ്മുടെ മക്കൾ ഏറ്റെടുക്കട്ടെ. പഠനത്തോടൊപ്പം തന്നെ കൃഷിയും ഒരു ലഹരിയായി അല്ലെങ്കിൽ അത് ഒരു ജീവിതചര്യയായി നമുക്ക് മാറ്റിയെടുക്കാം. അതിനുള്ളൊരു ഉദാഹരണം എഴുപന്നയിലെ സെൻറ്റ് റാഫേൽ സ്കൂളിലുള്ള കുട്ടി കർഷകർ നമുക്കായി കാട്ടിത്തരുന്നു.